Hello everyone, I'm Lynn Shapi from second sem Computer Science Department. Now I'm discussing about for loop in C programming. Before discussing for loop, let's introduce what looping is. Looping എന്ന് പറഞ്ഞാൽ in a looping a sequence of statements is executed until some condition for termination of the loop are satisfied. A loop contains two segments, body of the loop, control statement. ഒരു ലൂപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സീക്വൻസ്. അവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ ലൂപ്പ് റിപ്പീറ്റഡ്ലി നടന്നുകൊണ്ടിരിക്കും. ലൂപ്പിന് രണ്ട് സെഗ്മെൻറ്റ്സ് ഉണ്ട്, ബോഡി ഓഫ് ദ ലൂപ്പും കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റും. ബോഡി ഓഫ് ദ ലൂപ്പിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ബി എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി. ഏത് സ്റ്റേറ്റ്മെൻറ്റാണോ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് അത് റിപ്പീറ്റഡായിട്ട് നടന്നുകൊണ്ടിരിക്കും. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. ഇനി ലൂപ്പിങ്ങിൻ്റെ ഫ്ലോ ചാർട്ടാണ് കാണിച്ചു തരുന്നത്. ഒരു പ്രോഗ്രാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ടെസ്റ്റ് കണ്ടീഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ രണ്ട് കണ്ടീഷൻസ് ഉണ്ടാവും. അത് ട്രൂ ആവുകയാണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് പോകും. ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അത് റിപ്പീറ്റഡ്ലി നടന്നുകൊണ്ടിരിക്കും അൺടിൽ അത് ഫാൾസ് ആവണത് വരെ. ഫാൾസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അതാണ് ലൂപ്പിങ്ങിൻ്റെ ഫ്ലോ ചാർട്ട്. നമ്മൾ പറയാൻ പോകുന്നത് ദ വേരിയസ് ലൂപ്സ് ഇൻ സി ആണ്. സിയിലെ ഡിഫറെൻറ്റ് ലൂപ്സിനെ പറ്റിയാണ് പറയുന്നത്. സി ലാംഗ്വേജസ് provides three constructs for performing loop operations. They are the while statement, the do while statement, the for statement. C ലാംഗ്വേജിൽ 3 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ദ വൈൽ സ്റ്റേറ്റ്മെൻറ്റ്, ദ ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റ്, ദ ഫോർ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളുടെ ടോപ്പിക്ക് ഫോർ ലൂപ്പാണ്. അപ്പോൾ നമുക്ക് ഫോർ ലൂപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. The execution of for statement. Step 1. Initialization of the control variable is done first using assignment statements. Step 2. The value of the variable is tested using the test condition. If the condition is true, the body of the loop is executed. Otherwise, the loop is terminated and execution continues with the statement that immediately follows the loop. Step 3. Now the control variable is incremented or decremented and the new value of the control variables is again tested to see whether it satisfies the loop condition. If the condition is satisfied, the body of the loop is again executed. This process continues till the value of the control variable fails to satisfy the test condition. The example ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞത്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞത്. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ് തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത്. തേർഡ് സ്റ്റെപ്പിൽ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ ലൂപ്പായിട്ട് നടക്കും. പിന്നെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെ ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ എക്സ് ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഔട്ട്പുട്ട് 0. എക്സ് ഈക്വൽ ടു 0 കൊടുത്തതുകൊണ്ടും എക്സ് ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 കൊടുത്തതുകൊണ്ടും ഇവിടുത്തെ ഔട്ട്പുട്ട് 0 to 9 വരെ കിട്ടിയത്. ആൻഡ് ദിസ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് ഫോർ ലൂപ്പ്. ഇവിടെ n ഈക്വൽ ടു 1ഉം n ലെസ് ദാൻ 11ഉം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 1 to 10 വരെയാണ് നമ്പേഴ്സ് ഔട്ട്പുട്ടിൽ കിട്ടുക. ഇവിടെ റൈറ്റ് സൈഡിലുള്ളത് ഔട്ട്പുട്ടും ലെഫ്റ്റ് സൈഡിലുള്ളത് പ്രോഗ്രാമുമാണ്.